മച്ചന്മാരെ, കൊലകൊമ്പൻ മീനുകൾ നിന്ന് കളിക്കുന്ന ഒരു വമ്പൻ ചെക്ക് ഡാമിലാണ് ഇന്ന് നമ്മുടെ വേട്ട. അപ്പോൾ കലേഷ് ഏട്ടൻ ചെക്ക് ഡാമിൽ എത്തിക്കഴിഞ്ഞു. രാവിലെ സമയമാണ്. അതുകൊണ്ട് തന്നെ മീനുകൾ ഈ സമയത്ത് ശരിക്കും ഇവിടെ ആക്ടിവിറ്റിയും കാണിക്കും. അതുപോലെ നമ്മുടെ ലൂറിൽ സ്ട്രൈക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. ലൂറിലും ഷാഡിലും ജിഗിലും അതുപോലെ തന്നെ ബെയ്റ്റിലൊക്കെ മീൻ കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. ബെയ്റ്റായിട്ട് ഇവിടെ കൂടുതൽ ആൾക്കാരും പരല് തന്നെയാണ് ഇടാറ്. പരല് നമുക്ക് രാവിലെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ജിഗും ഷാഡും ലൂറൊക്കെ ആയിട്ടാണ് ഇവിടെ വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത്. പരല് കിട്ടുക ഒരു ഭാഗ്യമാണ്. നമ്മൾ ചീനവലക്കാരുടെ അടുത്ത് നിന്ന് രാവിലെ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ തന്നെയാണ് ഈ പരലിൻ്റെ കാര്യവും. ചില സമയത്ത് നമ്മൾ രാവിലെ പരൽ പിടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഒരെണ്ണം പോലും കിട്ടത്തില്ല. ചില ദിവസമാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ കടലിൽ ഫിഷിങ് പോകുമ്പോൾ ജീവനുള്ള ചെമ്മീൻ മേടിക്കാൻ പോയുള്ള അവസ്ഥയും. ചില ദിവസങ്ങളിൽ ചെമ്മീൻ ചീനവലയിൽ അധികം കയറത്തില്ല. ആ സമയത്ത് നമുക്ക് ചെമ്മീനൊന്നും ഇല്ലാണ്ട് കടലിലേക്ക് പോകേണ്ടി വരും. ജീവനുള്ള ചെമ്മീൻ ഇട്ടില്ലെങ്കിൽ കടലിൽ റിസൾട്ട് ഇല്ലാത്ത പോലെ തന്നെ ഇവിടെ പരൽ തന്നെ നമുക്ക് വേണം. ജീവനുള്ള പരൽ ഇട്ടാലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത്. അൾട്ടർനേറ്റീവ് റോഡിലാണ് കലേഷ് ഏട്ടൻ മാറി മാറി ജിഗുകളും ഷാഡുകളും ലൂറുകളും ഇട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും സ്റ്റിക്കിൽ അടി കിട്ടാൻ ഇവിടുന്ന് ഈ അൾട്ടർനേറ്റീവ് സ്റ്റിക്കിലുള്ള മീൻ പിടുത്തം രസമുള്ള ഒരു പരിപാടിയാണ്. ഇതിൽ ഒരു ചെറിയ മീൻ പിടിച്ചാൽ പോലും അതിൻ്റെ ഫീല് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. ഇതിലൊരു വട്ടം മീൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫിഷിങ്ങിനായിട്ട് ആരും ഈ അൾട്ടർനേറ്റ് റീഡർ റോഡ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതുപോലെ തന്നെ CNAയുടെ റീലാണ് കലേഷ് ഏട്ടൻ ഇവിടെ കാസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അത്യാവശ്യം വലുപ്പമുള്ള മീൻ അടിച്ചാലും നമുക്ക് വലിയ ടാസ്ക് ഇല്ലാണ്ട് കയറ്റാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബ്രൈഡിനും പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാ റീലുകളിൽ ഉപയോഗിക്കുന്ന ബ്രൈഡ് അൾട്ടർനേറ്റിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നല്ല തിന്നായിട്ടുള്ള ബ്രൈഡ് വേണം. അതുപോലെ തിന്നായിട്ടുള്ള ബ്രൈഡ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല പവർഫുള്ളും ആയിരിക്കണം. അത് അല്പം വലിയ മീൻ അടിച്ചാലും അതിനെ പൊട്ടിക്കാനായിട്ട് കഴിയരുത്. അതുപോലെ കല്ലുകളുള്ള നല്ലൊരു പ്രദേശമാണ് ഇത്. വെള്ളത്തിൻ്റെ അടിയിലും ഇഷ്ടംപോലെ കല്ലുകളൊക്കെ ചിതറിക്കിടക്കുന്നുണ്ട്. ഇങ്ങനെ കല്ലുകളുള്ള ഭാഗത്ത് എറിയുമ്പോൾ നമ്മൾ കടലിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ലീഡർ ലൈൻ തീർച്ചയായിട്ടും ഇടണം. മീനുകൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ രക്ഷപ്പെടാനായിട്ട് ഓടുന്നത് കല്ലുകളുടെ ഇടയിലേക്കായിരിക്കും. അങ്ങനെ കല്ലുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ബ്രൈഡ് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഇത് ശരിക്കും തിന്നായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അതുപോലെ തന്നെ നമ്മൾ സാധാ റോഡുകളിലൊക്കെ മീൻ പിടിക്കും പോലെ മീൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പവർ കൊടുത്ത് പെട്ടെന്ന് അടുപ്പിക്കാനും ശ്രമിക്കാൻ പറ്റില്ല ഈ അൾട്രലൈറ്റ് റോഡുകളിൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് വട്ടം ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. മീൻ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പതിയെ വേണം മീനെ അടുപ്പിക്കാനായിട്ട്. അല്പം ഡ്രാക്ക് ഇടയ്ക്ക് ലൂസാക്കിയും കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഒരു പണി. ചെമ്പല്ലി, ഹമ്മൂർ പോലുള്ള മീനുകളൊക്കെ നമ്മൾ ഈ അൾട്രലൈറ്റ് ഫിഷിങ്ങിൻ്റെ ഇടയിൽ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ റോഡ് അടിച്ചു കുത്തി മടയിലേക്ക് പാഞ്ഞ് കയറാനുള്ള ശ്രമം നടത്തും. അതുകൊണ്ട് തന്നെ ഇത്തരം റോഡുകളിൽ അത്തരം മീനുകൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അല്പം ടാസ്ക്കാണ്. കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. ചില സമയത്ത് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചെമ്പല്ലിയൊക്കെ അടിച്ച് കയറാറുണ്ട് ഈ അൾട്രലൈറ്റ് റോഡിലും. പക്ഷേ ഓവർ സൈസ് ചെമ്പല്ലികളാണെങ്കിൽ ഉറപ്പായിട്ടും അവന്മാർ എങ്ങനെയെങ്കിലും പൊട്ടിച്ച് രക്ഷപ്പെടാനാണ് ചാൻസ്. എന്തായാലും ഇന്ന് നമുക്ക് ഭാഗ്യമില്ല. ഇതുവരെ മീനൊന്നും നമുക്ക് അടിച്ചിട്ടില്ല.